ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ചെറുചേമ്പില്ലേ, ചെറുചേമ്പ് വെച്ചിട്ട് ഒരു അടിപൊളി മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ പറയുക, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, നല്ല സ്വാദ് പറഞ്ഞിട്ടാ കഴിക്കാൻ. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങൾ എടുക്കണമെന്ന് നോക്കിയാലോ. മോരുകറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മളിവിടെ ചേമ്പ് വെച്ചിട്ടാണല്ലോ മോരുകറി ഉണ്ടാക്കണത്. അപ്പൊ ഞാനിവിടെ ചേമ്പ് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുചേമ്പായത് കാരണം നമുക്ക് ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ചെറുത് കട്ട് ചെയ്യാനില്ല, ചെറുചേമ്പാണല്ലോ. അപ്പൊ ഇത്രയും ഞാൻ ചേമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് നാളികേരം ചിരകിയത്. ഞാനൊരു ചെറിയൊരു മുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് വേണം കേട്ടോ. മുളക് പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമ്മളിതിൽ കുരുമുളകിന്റെ പൊടിയും ചേർക്കുന്നുണ്ട്, പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കാനായിട്ട് ഈ ജീരകവും ഈ നാളികേരവും ഈ പച്ചമുളകും കൂടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുക. അപ്പം അതിന് വേണ്ടി ജീരകം വേണം നമുക്ക്. പിന്നെ വറവിടാനായിട്ട് കടുക് വേണം, ഉലുവ വേണം, വറ്റൽമുളക് 2 വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാര്യമായിട്ട് വേണ്ടത് തൈര് വേണം, ഉപ്പ് വേണം. പിന്നെ ഞാനിത് നെയ്യിലാണ് കേട്ടോ വറവിടുന്നത്. അപ്പോഴാണ് കൂടുതലായിട്ടൊരു ടേസ്റ്റ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമുക്ക് കുറച്ച് നെയ്യും ആവശ്യമുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മോരുകറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പം നമുക്ക് എന്നാലും ഇനി പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കാനൊക്കെ നോക്കിയാലോ. നമുക്ക് എന്നാലും ആദ്യം തന്നെ ഈ ചേമ്പ് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കാം. ഞാനൊരു എന്താ പറയാ, ഒരു ചട്ടിയിലാണ് ഇട്ട് ഉണ്ടാക്കണത്. അതാണ് നല്ലത് ഉണ്ടാക്കാൻ. അപ്പൊ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടിയാണ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനിപ്പോ നിങ്ങൾക്ക് കുക്കറിൽ വെക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. ഞാനിത് ഇങ്ങനെ ചട്ടിയിൽ വെക്കണ കാരണം ഇങ്ങനെയാണ് വെക്കണത്. അപ്പൊ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് കൊണ്ടുവരാം. ആ ചേമ്പ് അവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നാളികേരം അരയ്ക്കാൻ നോക്കാം. അപ്പൊ ഈ നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നാളികേരം ചിരകിയത് അതിലേക്ക് നമുക്ക് കണ്ടില്ലേ, ജീരകം ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ 3 പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ തൈര് ഒഴിച്ചിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. നമുക്ക് എന്നാലും ഇതൊന്ന് തുറന്നു നോക്കുക. അങ്ങനെ വേറായി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിലേക്കുണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അല്ല, ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ കുരുമുളകിന്റെ പൊടി നമ്മളിവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി കൊണ്ട് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഇങ്ങോട്ട് വെന്ത് വരണം. അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കുക. നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കണ്ട. ഇനി നമുക്ക് അപ്പൊ ഇതിലേക്ക് ഇനി നമ്മളെ നാളികേരവും ജീരകവും പച്ചമുളകും തൈരും കൂടി കൂട്ടി അരച്ചതാണിത്. ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നൊരു ചെറുതാളം അങ്ങോട്ട് വന്നോട്ടെ. ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ളതും കൂടി ഞാനത് എടുത്തു. ഇനി ഒന്നൊരു ചെറുതള വന്നാല് നമുക്കുണ്ട് വാങ്ങി കൊടുക്കാം. അപ്പോഴേക്ക് എനിക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ചെറുതള വരട്ടെ. ചെറുതള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി കൊടുക്കാം. വാങ്ങിയതിന് ശേഷം നമുക്കിനി ഇവിടെ ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം. അത് നമുക്ക് വറവിടാനായിട്ട്.
നമ്മളുടെ ചീനച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നെയ്യ് ഒന്നും കൂടി ചൂടായി വരട്ടെ. നമ്മളുടെ നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വീട്ടിൽ എടുത്ത് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ചേമ്പ് വെച്ചിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചേമ്പിന്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ. അപ്പൊ അത്രയും നല്ലതാണ് നമുക്ക് ഈ ചേമ്പ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മോരുകറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.